ഇന്ന് നല്ലൊരു ബീഫ് അച്ചാർ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ബീഫാണ്. ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് 1 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ വിനെഗർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 6 വിസിൽ വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർത്തില്ല, എന്നിട്ടും വെള്ളമുണ്ട്. ഒരു ഉരുളിയിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് അടി കട്ടി കുറഞ്ഞ പാത്രത്തിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. പിന്നെ എണ്ണയിലേക്ക് 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയും ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഒരു 15 പച്ചമുളക് കട്ട് ചെയ്ത് ഇതുപോലെ ഫ്രൈ ആക്കണം. അതൊന്ന് വാടി വരുമ്പോഴത്തേനും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ പകുതി ഭാഗം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ബീഫ് വെന്ത് വെള്ളം വറ്റിയത് ഫ്രൈ ആക്കി എടുക്കണം. ആ എണ്ണയിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉലുവ പൊടിച്ചത്, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ ചേർക്കുക. പിന്നെ ഒരു 1/4 കപ്പ് വിനെഗർ, 1/2 കപ്പ് ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ബാക്കി നമ്മുടെ കയ്യിലുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഫ്രൈ ആക്കിയതും ചേർത്ത് ബീഫും കൂടെ ചേർത്ത് എടുക്കുക. രുചികരമായ അച്ചാർ റെഡി.